അണ്ണാ നാളെ ഒരു ദിവസത്തെ ലീവ് വേണം അണ്ണാ. ലീവ് എടുത്തിട്ട് നീ നാളെ പോകും? അണ്ണാ വില്ലേജ് ഓഫീസിൽ പോകണമെന്ന്. വില്ലേജ് ഓഫീസിൽ? ഓ അണ്ണാ റേഷൻ കാർഡില്ലേ അച്ഛന്റെ പേര് കുഞ്ഞപ്പനാണ്. പക്ഷെ ആധാർ കാർഡിലുണ്ടല്ലോ 2 അക്ഷരം കൂടിപ്പോയി, ഓയും ബിയും കൂടിപ്പോയി. കുഞ്ഞപ്പനായിപ്പോയി. അതൊന്ന് മാറ്റി കുഞ്ഞപ്പനാക്കി എടുക്കണം. കേരള വായ്പയുമല്ലേ, അത് മാറ്റണമെങ്കിൽ ദിവസങ്ങൾ കയറി ഇറങ്ങി ഇളക്കേണ്ടി വരും. 2 അക്ഷരം മാറ്റാനാണ്. 2 അക്ഷരം പോയിട്ട് ഒരു കോമ മാറ്റണമെങ്കിൽ നമ്മുടെ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങിയാല് നടക്കും. കോടിക്കണക്കിന് രൂപ കമ്പ്യൂട്ടർ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. പണ്ടത്തെ പോലെ എഴുതി പിടിക്കുന്നത് വേണ്ടല്ല. എന്നിട്ടാണ് ആൾക്കാർ ഇങ്ങനെ കയറ്റി ഇറക്കി നടത്തിക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ജാമ്പവന്റെ കാലത്തുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും സർക്കാർ ഓഫീസിലൊക്കെ നടക്കുന്നത്. PF കിട്ടാതെ 9 വർഷം കയറി ഇറങ്ങിയ ഒരു മനുഷ്യനാണ് 2 ദിവസം മുമ്പ് ആത്മഹത്യ. 9 വർഷം കയറി ഇറങ്ങി നടന്നിട്ട് കൊടുത്തില്ലേ? അതിലപ്പുറവും വർഷം കയറി ഇറങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. ആത്മഹത്യ ചെയ്ത ആളുടെ ജന്മതിഥിയിൽ ചെറിയൊരു വ്യത്യാസം. അതിനാണ് PF കൊടുക്കാതെ 9 വർഷക്കാലം അങ്ങേരെ സർക്കാർ ഓഫീസിൽ കയറ്റി ഇറക്കി നടത്തിയത്. വല്ലാത്തൊരു തേപ്പനാണ് ഇത്രയും ചെറിയൊരു കാര്യത്തിന്. ചെറിയൊരു കാര്യമൊക്കെ നമ്മൾ ജനങ്ങൾക്ക് തോന്നൂടെ? നമ്മൾ സർക്കാർ ഓഫീസിലോട്ടൊന്ന് ചെന്ന് നോക്കി നോക്ക്. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പറയും ഇതൊക്കെ ഭയങ്കര സംഭവമായിട്ടാണ് അവര് പറയണത്. അത് മാത്രമല്ല, നമ്മളൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുമ്പോഴത്തേക്ക് 10-12 രേഖകളാണ് കൊണ്ട് സമർപ്പിക്കാൻ പറയുന്നത്. എവിടെ നിന്ന് കൊണ്ട് കൊടുക്കൂടെ? ഈ 10-12 രേഖകൾ ഹാജരാക്കണമെങ്കിലേ 10-12 ഓഫീസിൽ കയറി നടക്കണം. എങ്കിൽ മാത്രമേ ആദ്യം അപേക്ഷിച്ചില്ല സർട്ടിഫിക്കറ്റ് അത് നിനക്ക് കിട്ടുള്ളൂ. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് ചില സർട്ടിഫിക്കറ്റ് വേണ്ടി ചെല്ലുമ്പോൾ അപ്പന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കാൻ പറയും. ശ്രീനാരായണ ഗുരുവിന്റെ അയ്യങ്കാളിലും കാലത്തുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് എവിടെ കിട്ടാനാണ്? ഈ സ്കൂളുകളൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടോ എന്ന് സംശയമാണ്. അപ്പോഴാണ് ആ കാലഘട്ടത്തിലെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. ആളുകൾ ആത്മഹത്യ ചെയ്തെങ്കിലേ അതിശയുള്ളൂ. സർക്കാർ ഓഫീസിലുള്ള മറ്റൊരു പരിപാടിയാണ് 4 മേശ പരിപാടി. 4 മേശ പരിപാടി ആദ്യ പരിപാടിയാണ്. ഒരു ഓഫീസിൽ ഒരു ഹാളിൽ 4 മേശ ഇട്ടിട്ട് 4 ഉദ്യോഗസ്ഥന്മാര് ഓരോടുത്ത് ഇരിക്കും. നമ്മളൊരു അപേക്ഷയായിട്ട് പോകുമ്പോഴത്തേക്ക് ആദ്യത്തെ ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ പറയും, രണ്ടാമത്തെ ഉദ്യോഗസ്ഥനെ കാണിക്കാൻ പറയും, രണ്ടാമത്തെ ഉദ്യോഗസ്ഥനെ കാണിക്കാൻ പറയുമ്പോൾ 3ാമത്തെ ഉദ്യോഗസ്ഥനെ കാണിക്കാൻ പറയും. അങ്ങനെ ഈ 4 ഉദ്യോഗസ്ഥന്മാരെ കണ്ടാൽ മാത്രമേ നമ്മുടെ അപേക്ഷ അവർ പരിഗണനയ്ക്ക് എടുക്കുകയുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വന്നില്ലെങ്കിൽ പിറ്റേ ദിവസവും ഈ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കണം. പണ്ടത്തെ സുകുമാരന്റെ ഒക്കെ സിനിമയിലെ ഞാൻ ഇങ്ങനത്തെ ഓഫീസുകൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴുണ്ടാണ് ഇങ്ങനെയൊക്കെ. ഇനി ഒരു 100 വർഷം കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. നീ ഈ ആമസോൺ കേട്ടിട്ടുണ്ടോ? ആമസോൺ കാറല്ല, നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങണം. അവര് വിദേശ രാജ്യത്ത് എവിടെയോ ഒരൊറ്റ ജീവനക്കാരില്ലാതെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. ജീവനക്കാരില്ലാത്ത സൂപ്പർ മാർക്കറ്റാ? അപ്പൊ പിന്നെ സാധനം എടുത്ത് കൊടുക്കാനും ബില്ലടിക്കാനും പൈസ വാങ്ങാനൊന്നും ആളുകൾ വേണ്ട. ഒന്നിനും ആള് വേണ്ട, എല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് നടന്നു. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്താണ് 8 മേശയിട്ട് 8 ഉദ്യോഗസ്ഥന്മാരെ ഇരുത്തി ആളുകളെ ഇട്ട് വട്ടാൻ. ഈ തേപ്പൊക്കെ എന്ന് തീരുമോ? അന്നാ ഈ തേപ്പിന്റെ കാര്യമല്ല, സർക്കാർ ഓഫീസിലെ തേപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വാരി ഓടിച്ചോണ്ടിരുന്നാലേ ഈ തേപ്പും തേപ്പായിട്ട് മാറും.